ഷോക്കേറ്റ് വീണ കാക്കയെ കൃത്രിമ ശ്വസനം നൽകി രക്ഷിച്ചു. പാലാ കെ.എം. മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രി കോമ്പൗണ്ടിൽ 3-ഫേസ് ലൈനിൽ നിന്നും ഷോക്കേറ്റ് വീണ കാക്കയെ ആശുപത്രി ജീവനക്കാരൻ കൃത്രിമ ശ്വസനം നൽകി രക്ഷിച്ചു. ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം. 3-ഫേസിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് നിലത്തേക്ക് തെറിച്ചു വീഴുന്ന കാക്കയെ കണ്ട STP സൂപ്പർവൈസർ സജിമോൻ കാക്കയെ എടുത്തെങ്കിലും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോഴാണ് പാർട്ട് ടൈം സ്വീപ്പറായ ഹരികുമാർ മറ്റക്കര അതുവഴി വന്നത്. സിവിൽ ഡിഫൻസ് അംഗമായ ഹരികുമാർ ഉടൻ തന്നെ കാക്കയെ എടുത്ത് നെഞ്ചിൽ തടവുകയും തുടർന്ന് വായിൽ ശ്വാസമെടുത്ത ശേഷം ശക്തിയായി കാക്കയുടെ വായിലേക്ക് ഊതുകയുമായിരുന്നു. പലവട്ടം കാക്കയുടെ വായിലേക്ക് ശ്വാസം കൊടുത്തപ്പോൾ കാക്കയ്ക്ക് ശ്വാസതടസ്സം മാറി. ഈ സമയം മറ്റ് കാക്കകൾ കൂട്ടമായി അവിടേക്ക് എത്തിയെങ്കിലും രക്ഷിക്കാനാണെന്ന് മനസ്സിലായപ്പോൾ ചുറ്റും മരക്കമ്പുകളിൽ നിലയുറപ്പിച്ചു. ആശുപത്രി പരിസരം വീക്ഷിക്കാൻ അതുവഴി എത്തിയ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. കാലുകൊണ്ട് ഇറുക്കി പിടിച്ചിരുന്ന കാക്ക പതിയെ കാൽവിരൽ അയയ്ക്കുകയും ചുണ്ടുകൊണ്ട് വേദനിക്കാത്ത വിധം കൈയിൽ കുത്തുകയും ചെയ്തപ്പോൾ ഹരികുമാർ കാക്കയെ നിലത്തേക്കിറക്കി വിടുകയും കാക്ക പറന്നു പോകുകയും ചെയ്തു. കൂടപ്പിറപ്പ് രക്ഷപ്പെട്ട സന്തോഷത്തിൽ മറ്റു കാക്കകൾ ചുറ്റും പറന്ന് സന്തോഷം പ്രകടിപ്പിച്ച ശേഷം ദൂരേക്ക് പറന്നുപോയി. പാലാ ജനറൽ ആശുപത്രിയിൽ 2 വർഷക്കാലമായി പാർട്ട് ടൈം സ്വീപ്പറായി ജോലി ചെയ്യുന്ന മറ്റക്കര ഐക്കരക്കുഴി വീട്ടിൽ ഹരികുമാർ പാലാ അഗ്നിരക്ഷാ നിലയത്തിൽ 5 വർഷക്കാലമായി സിവിൽ ഡിഫൻസ് സേനയിലും പ്രവർത്തിക്കുന്നു. ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ കൂടിയാണ് ഹരികുമാർ. കാക്കയുടെ ചുണ്ടിലേക്ക് ശ്വാസമൂതി കയറ്റിയപ്പോൾ കൊത്തുമോ എന്ന് പേടിയുണ്ടായിരുന്നെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഹരികുമാർ അതൊന്നും വകവെച്ചില്ല. പക്ഷിയാണെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യത്തിലാണ് ഹരികുമാർ മറ്റക്കര. സംഭവമറിച്ച് അവിടെ എത്തിയവർ ഹരികുമാറിനെ അനുമോദിക്കാനും മറന്നില്ല.